നമസ്കാരം. യൂസഫ് സാറിൻ്റെ അത്തറും നോമ്പ് വിശേഷങ്ങളും എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ സ്മരണകളാണ് തീർച്ചയായിട്ടും. ഓരോ പെർഫ്യൂം ബോട്ടിലും ഓരോ സ്റ്റോറികളാണ്. അപ്പോൾ എവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞിട്ട് തുടങ്ങാൻ തന്നെ പറ്റില്ല. കാരണം പെർഫ്യൂം ഞങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാതെ ഏറ്റവും വില കൂടിയ പെർഫ്യൂമാണ് ഏറ്റവും നല്ല പെർഫ്യൂം അല്ല. എന്തൊക്കെയാണെങ്കിൽ പെർഫ്യൂം ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി കറണ്ടില്ലാതെ റൂമിൽ കിടന്നുറങ്ങിയ കാലഘട്ടമുണ്ട്, വണ്ടിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി അറിയാത്തവരായിട്ട് ആരും തന്നെയില്ല. മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും സാറിനെ അറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ സുഗന്ധം പടർത്തുന്ന പല ആളുകളുണ്ട്. അവരെല്ലാം നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. വെൽക്കം യൂസഫ് സാർ. അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. സാറിനെ എല്ലാവരും പല പേരുകളിലാണ് വിളിക്കുന്നത്, പെർഫ്യൂം കിങ് എന്നൊക്കെ. എത്ര വർഷമായിട്ടാണ് സാർ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഈ ഫീൽഡിൽ അറൗണ്ട് 35 ഇയേഴ്സ് എന്ന് പറയാം. ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. എൻ്റെ ഫാമിലി, എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ മരിച്ചുപോയ ജ്യേഷ്ഠനാണ് ഇതിൻ്റെ സ്റ്റാർട്ടപ്പ്. പിന്നെ അതിൻ്റെ ശേഷം രണ്ടാമത്തെ ജ്യേഷ്ഠൻ, പിന്നെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഈ ഫീൽഡിലാണ്. ഹൗ ടു ബ്ലെൻഡിങ് എന്നുള്ള കൺസെപ്റ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 20 ഇയേഴ്സിൻ്റെ ഇതായി. പക്ഷേ പെർഫ്യൂം ഫീൽഡിൽ ഞങ്ങൾ 35 ഇയേഴ്സ്. 35 ഇയേഴ്സ്. അപ്പോൾ 35 ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓർമ്മകൾ എന്താണെങ്കിലും സാറിനുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ആ ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത്? പെർഫ്യൂം എന്ന് പറഞ്ഞാൽ സ്മരണകളാണ് തീർച്ചയായിട്ടും. ഓരോ പെർഫ്യൂം ബോട്ടിലും ഓരോ സ്റ്റോറികളാണ്. അപ്പോൾ എവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞിട്ട് തുടങ്ങാൻ തന്നെ പറ്റില്ല. കാരണം എല്ലാ പെർഫ്യൂം ബോട്ടിലും there is one story starting. Maybe someone is gift you for marriage, someone maybe your father fragrance or mother fragrance, or someone's your husband fragrance. There is every perfume bottle is their story. From where I am starting the story now. സാർ ഇവിടെ വരുന്നതിന് മുന്നേ നാട്ടില് എന്തായിരുന്നു? ഫോട്ടോഗ്രാഫി അതായിരുന്നു സാർ നാട്ടില്? ഞാൻ 18ാമത്തെ വയസ്സിൽ പാസ്പോർട്ട് നേരെടുത്ത് പോകുന്നതാണ്, പഠിച്ചിരുന്ന കാലം. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ പറഞ്ഞല്ലോ, ജ്യേഷ്ഠൻ ഈ ഫീൽഡിൽ പെർഫ്യൂമിൻ്റെ ഫീൽഡിലാണ്, ഹോൾസെയിൽ ബിസിനസ്സാണ് ചെയ്തിരുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ വന്ന ഉടനെ ഖത്തറിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. ആ ഫോട്ടോഗ്രാഫറിൽ ഹൗ ടു മേക്ക് ഫ്രെയിം, ഒരു ഫ്രെയിം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ കടമ. അതിൽ ഇതേമാതിരി അതിൻ്റെ ലൈറ്റിങ്ങും ഞാൻ കളറിങ്ങും പെയിൻറ്റിങ്ങും പെൻസിൽ ഡ്രോയിങ്ങും ഒക്കെ ചെയ്തിരുന്നു. അത് തന്നെ ഒരുപാട് ഈ ഫീൽഡിലേക്ക് ഉപകാരപ്പെടുക്കുന്ന, ഈ ഇതിലും ഓരോ പെർഫ്യൂമിലും ഓരോ ഫ്രെയിം ഉണ്ട്. ടോപ്പ് നോട്ട്, മിഡിൽ നോട്ട്, ബേസ് നോട്ട് എന്ന് പറഞ്ഞാൽ ആ ഫ്രെയിമുകൾ ഉണ്ടാക്കാൻ, എന്നെ കളേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ. അത് വളരെ ഈസി ആയിട്ട് എനിക്ക് പെർഫ്യൂമിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ സാറ് ഇപ്പം പെർഫ്യൂം ഉണ്ടാക്കുന്നതല്ലേ, അപ്പം സാറിന് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സുഗന്ധം എന്ന് ചോദിക്കുകയാണെങ്കിൽ സാറിന് എന്തായിരിക്കും പറയാനായിട്ട്? ഏറ്റവും നല്ല സുഗന്ധം എന്താണെന്ന് എന്നോട് മലയാള ഭാഷയിൽ ചോദിച്ചാൽ പറയും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മൾ ഇഷ്ടപ്പെട്ടവരുടെ, അവരുടെ ഗന്ധമാണ് ഏറ്റവും നല്ല മണം. തീർച്ചയായിട്ടും അവരിൽ നിന്ന് കിട്ടുന്ന അവരുടെ പരിമളം, അതായത് നമ്മളെ വേണ്ടപ്പെട്ട മണമാണ് ഏറ്റവും നല്ല മണം. എന്നിരുന്നാലും ഞാൻ എന്ന വ്യക്തി ഉപയോഗിക്കുന്നത്, എനിക്ക് രാമച്ച മണമുണ്ടല്ലോ, മണ്ണിൻ്റെ മണം, അങ്ങ് പച്ചോളി, ആ മണങ്ങളോടാണ് ഇഷ്ടം. പക്ഷെ എപ്പോഴും ഞാൻ പറയാം, പ്രിയപ്പെട്ടവരുടെ സുഗന്ധമാണ് ഏറ്റവും നല്ല സുഗന്ധം. സാറിന് ഇപ്പം പല ആൾക്കാരുടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം സാറിന് വേണ്ടപ്പെട്ടവരായിട്ടുള്ള വീട്ടിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ മണം? തീർച്ചയായിട്ടും. കാരണം ഒരു വ്യക്തിയുടെ മണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ബോഡി മണമല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, അയാളുടെ മെമ്മറികൾ കൊണ്ടുവരാം. അയാൾ ഉപയോഗിച്ചിരുന്ന സാധനം, ഒരു പക്ഷേ എൻ്റെ ഉപ്പ ഉപയോഗിച്ചിരുന്ന ബ്രൂട്ട് പെർഫ്യൂമാണ്, അതുപോലെ റോയൽ മാരേജ്,
നമ്മുടെ രാമച്ചത്തിൻ്റെ മണം, അതുപോലെ രാസനാദിപ്പൊടി, ഇതെൻ്റെ ഉപ്പ ഉപയോഗിച്ചു. ആ മണങ്ങളെല്ലാം നമ്മൾക്ക് മണക്കുമ്പോൾ എൻ്റെ ഉപ്പ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മണമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ചിലർക്ക് ഈ പറയുന്ന പോലെ പെർഫ്യൂംസ്, ഇപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണെങ്കിൽ പോലും അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്തവരായിട്ടുള്ളവരുണ്ട്. അപ്പം എങ്ങനെയാണ് ശരിക്കും പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത്? പെർഫ്യൂം ഞങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാതെ ഏറ്റവും വില കൂടിയ പെർഫ്യൂമാണ് ഏറ്റവും നല്ല പെർഫ്യൂം അല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മണം, നിങ്ങൾക്ക് നിങ്ങളോട് ചേരുന്ന മണം, അതൊരു ഡ്രസ്സാവട്ടെ ഒരു മണമാട്ടെ, നിങ്ങൾക്ക് ചേരുന്ന മണങ്ങളാണ്. ഒരുപക്ഷെ ഊതിൻ്റെ മണം, ഏറ്റവും പ്യൂർ ഊത്, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സുഗന്ധത്തിൽ പെട്ടതാണ് ഊത്. അതൊരു പക്ഷെ നമ്മൾ മലയാളി മക്കൾക്ക് ഇഷ്ടപ്പെടുമെന്നല്ല. അതിൻ്റെ മണം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആൾക്കാർ പിടിക്കില്ല. പക്ഷെ നമ്മൾക്ക് പിടിച്ച മണം, നമ്മുടെ സിട്രസ് മണം, വനില മണം, അത് നമുക്ക് ചേരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് കോൺസെൻട്രേറ്റ് പെർഫ്യൂം. എന്തൊക്കെയാണെങ്കിലും പെർഫ്യൂം ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സിറ്റുവേഷൻ, ആ മൂഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഫ്രഷ് ആയിരിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുള്ളൂ. ഒരു പെർഫ്യൂം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ഫ്രഷ് ആയതിൻ്റെ ശേഷം, അല്ലാതെ വേർത്ത് കുടിച്ചതിൻ്റെ മേശം നമ്മൾ മുകളിൽ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കോൺഫിഡൻസ് അല്ല, അത് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാം. സാർ ഇപ്പം ഇത്രയും വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പം നാട്ടിലെ ഓർമ്മകളെ പറ്റിയിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? നാട്ടിലെ പണ്ടത്തെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും. പഠിച്ചിരുന്ന കാലത്ത് ഞാൻ സ്കൂളും കോളേജിൽ പോണ നേരത്ത് സ്കൂളിൽ കറക്റ്റായിട്ട് പോണ ആളൊന്നുമില്ല. ഞാൻ അന്നത്തെ കാലത്ത് ഞാൻ 80 കാലഘട്ടങ്ങളിലൊക്കെയാണ് നമ്മുടെ 85 ഞാൻ ഫിനിഷ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ സ്കൂൾ കട്ട് ചെയ്തിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ മണത്തല പള്ളിക്കാട് എന്ന് പറഞ്ഞ കാടുണ്ട്. അവിടെ പോയിട്ട് അന്ന് ഇന്നത്തെ മാതിരി നമ്മൾ സിനിമക്ക് പോവുക, അല്ലെങ്കിൽ വേറെ ക്ലാസ് കട്ടായിട്ട് വേറെങ്കിലും അന്ന് ഇവിടെ ഒളിച്ചിരിക്കുക ചെയ്യുക. അപ്പോൾ അന്ന് ആ പള്ളിക്കാടുണ്ട്, ആ പള്ളിക്കാടിൻ്റെ ചുറ്റുവട്ടത്ത് ഞങ്ങൾ കറങ്ങി നടക്കും. അപ്പോൾ അവിടെ ഈ കൊങ്ങിണിപ്പൂ എന്ന് വെച്ചാൽ തേന് കിട്ടും, കൊട്ടക്കായ്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ മുല്ലപ്പൂവുകളൊക്കെ ഉണ്ട്. അതൊക്കെ മണക്കുമ്പോൾ അത് അവിടെ നിൽക്കുന്ന പുല്ലുകളൊക്കെ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ആ മണങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് ശരിക്കും ഉപകാരപ്പെടുന്നുണ്ട്. വാസം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ ഗൾഫിന് പോകുമ്പോഴത്തേനും അവർ പറയും യൂസഫ് സാറിൻ്റെ പെർഫ്യൂം കൊണ്ടുവരണം. അങ്ങനെ അതായത് ആ ഒരു പേരെന്ന് പറയുന്നത് അത് എല്ലാവർക്കും അത്രയും അറിയാവുന്ന ഒരിതാണ്. അപ്പം അതിലേക്ക് എത്താനായിട്ട് സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതെ, എന്തൊക്കെയായിരുന്നു ആ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്? ഇന്നത്തെ ജനതയ്ക്ക് കേൾക്കാനിഷ്ടം സക്സസ് ആണ്. അവരുടെ കഠിന കഥകളോ മറ്റത് കേൾക്കാനൊന്നും ഇഷ്ടമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി കറണ്ടില്ലാതെ റൂമിൽ കിടന്നുറങ്ങിയ കാലഘട്ടമുണ്ട്, വണ്ടിയിൽ കിടന്നുറങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ബസ് ടു ബസ്സിൽ കയറിയിട്ട് നമ്മൾ മെട്രോ വരുന്നേക്കാൾ മുമ്പ് ഓരോ സ്റ്റേറ്റ്, ഐ മീൻ ഇവിടെ നിന്ന് റാസൽ ഖൈമയിലേക്കും ഷാർജയിലേക്കൊക്കെ മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ട് ബാഗ് വലിച്ചിട്ട് ഓരോ കടകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഓരോ പെർഫ്യൂം, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ അതായത് 700 ദിർഹംസ് സ്റ്റാർട്ട് ചെയ്ത ജോലിക്കാരനാണ് ഞാൻ. അപ്പം അന്ന് നമ്മൾ കറണ്ടിൻ്റെ ബില്ല് കൊടുക്കാനും മറ്റത് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് യൂസഫ് ഭായ് എന്നുള്ള ഒരു ഷോപ്പ് തുറന്നിട്ട് പൂട്ടിയിട്ടുണ്ട്, വേറെ ഷോപ്പ് തുറന്ന് അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ തുറന്നിട്ട് സക്സസ് എന്നുള്ള ഭാഗമാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. ഇപ്പോൾ തൊപ്പി, അയാളുടെ ഗ്ലാസ്, ടൈ, സാധനങ്ങൾ, അതൊരു ബ്രാൻഡിൻ്റെ ഭാഗമായിട്ട് ഇടുന്നത്. യൂസഫ് ഭായ് എന്നുള്ള സാധാരണ വ്യക്തി മാർക്കറ്റിൽ ബാഗിലും ഒരുപാട് കാർട്ടൂണുകളും കയ്യിൽ പിടിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മളന്ന് കോയിൻസ് ഇടണം. 2 ദിർഹംസ് കോയിൻസ് ഇടുമ്പോൾ വേണ്ടി. അപ്പോൾ അത് കുറേ അകലെ പാർക്ക് ചെയ്തിട്ട് അവർക്ക് കാർട്ടൂണൊക്കെ ഒറ്റയ്ക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ അതിൽ കൊണ്ടുപോയിട്ട് വെക്കുമ്പോഴും അന്നൊക്കെ ഒരുപാട് വെയിലത്ത് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ സക്സസ് ആണ് ഈ നിൽക്കുന്നത്. സാർ ഇത്രയും വർഷമായിട്ട് ഇവിടെയാണ്. അപ്പം ഈ രാജ്യം തന്നിട്ടുള്ള സപ്പോർട്ട്, സ്നേഹം, അതിനെ പറ്റിയിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? ഹബീബി കം ടു ദുബായ് എന്നാണ് എല്ലാവരും പറയാം. അതന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തറിയോ, എന്നെ യൂസഫ് മടപ്പേനെ യൂസഫ് ഭായ് ആക്കി മാറ്റിയത് ഈ നാടും ഈ നാട്ടിലെ ജനങ്ങളുമാണ്. എന്നെ ലോകത്ത് എന്തൊക്കെ ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പറയും ദുബായ്. ജനങ്ങളെയും അവരുടെ ഒരുപാട് 200-ൽ പരം നാഷണാലിറ്റിയുള്ള രാജ്യത്ത് ഒരു മണം, എനിക്കൊരു മണമല്ല 1000 മണങ്ങൾ പഠിക്കാൻ വളരെ ഈസിയാണ്. ആഫ്രിക്കൻസ്, ഇന്ത്യൻസ്, റഷ്യൻസ്, മൊറോക്കൻസ്, എല്ലാ നാട്ടുകൾക്കും വെവ്വേറെ കൾച്ചറും വെവ്വേറെ മണങ്ങളുമാണ്. അത് പഠിക്കാൻ എനിക്ക് ഏറ്റവും ഈ ദുബായ് എന്ന ഭൂമി ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ മണമില്ലാത്ത രാജ്യത്ത്, ഇതൊരു മണമില്ലാത്ത രാജ്യമാണ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെട്ടത് ഈ ദുബായ് മണ്ണാണ്. നമ്മുടെ ഷോ എന്ന് പറയുന്നത് നോമ്പിന്റെ കാലമാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം നോമ്പിന്റെ വിശേഷങ്ങൾ, അതിന്റെ ഒരു ഓർമ്മകളൊക്കെ എന്താണ് സാറിന് പറയാനുള്ളത്?
നോമ്പിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ മനസ്സും ശരീരവും ശുദ്ധിയാവുക എന്നുള്ളത്, അതാണ് നോമ്പ്. അത് പട്ടിണി കെടുക്കലല്ല ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളുടെ ശരീരം ശുദ്ധമാക്കുക, നമ്മളെ ചിന്തകളും നമ്മളെ എല്ലാം, അതാണ് ശരിക്കും നോമ്പ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ കുറേ ഒരു നോമ്പ് തൊട്ട് പകൽ മുതൽ രാത്രി വരെ, അല്ലെന്നുണ്ടെങ്കിൽ അത് മഗ്‌രിബ് വരെ പട്ടിണി കെടുക്കലല്ല. അതിൽ കുറേ പ്രവൃത്തികളും, അത് അതായത് മറ്റുള്ളവൻ്റെ വിശപ്പറിയാം, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും ഇതൊക്കെയാണ് നമ്മളെ നോമ്പിന് നമ്മളെ സഹായിക്കുക. ഒരാൾ മറ്റുള്ളവരുടെ വിശപ്പ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ അത് പട്ടിണിയായിട്ട് ഉദ്ദേശിക്കരുത്. നമ്മളത് നോമ്പിൻ്റെ അർപ്പണാബോധത്തോടെ നിങ്ങളുടെ ഏത് പ്രവൃത്തിയും, ഇപ്പം ഞങ്ങൾ പറയും ഒരുപക്ഷെ നോമ്പ് നോക്കണമെങ്കിൽ നെയ്യത്ത് ചെയ്യണം എന്ന് പറയും. നെയ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയും. കാരണം എന്താ പറയുക, നിങ്ങൾ ഉള്ളിലുണ്ടാവണം. ഞാൻ നാളത്തെ നോമ്പ് നോക്കണം, അല്ലെങ്കിൽ ഈ മാസത്തെ നോമ്പ് ഞാൻ ഫുള്ള് നോക്കാമെന്ന് നെയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് നെയ്യത്ത്. അപ്പം നമ്മളുടെ നെയ്യത്ത് പോലെ ഇരിക്കും എല്ലാ സക്സസിൻ്റെയും എല്ലാ നോമ്പിൻ്റെയും റിസൾട്ട്. ഇപ്പം നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നമ്മളെ സ്വാധീനിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സാറിൻ്റെ ലൈഫിൽ സാറിനെ സ്വാധീനിച്ച കുറച്ച് ആൾക്കാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറയും ഒരുപക്ഷെ എൻ്റെ ഉപ്പയാണ്. പിന്നെ പെർഫ്യൂം ഫീൽഡിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനാണ്. ഫോട്ടോഗ്രാഫറിൽ ആരാന്ന് വെച്ചാൽ അനിൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എന്നെ എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകുന്ന കാലത്ത് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് നിൽക്കും. അപ്പോൾ അന്ന് കളറിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളർ ചെയ്യും, 2 കളർ എടുത്തിട്ട് ഈ സ്കിന്നിൻ്റെ ടോണും പഞ്ഞു കൊണ്ട്. അപ്പം അന്ന് പോയിട്ട് എനിക്ക് ആ കളറിങ്ങും അവിടെ പെൻസിൽ ഡ്രോയിങ് എനിക്ക് അറിയുന്ന കാര്യം, ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഏത് പെയിൻറ്റിങ്ങും പെൻസിൽ ഡ്രോയിങ്ങിലും ഒക്കെ ഏറ്റവും കൂടുതൽ കാർട്ടൂൺ വരക്കുന്നതിൽ ഫസ്റ്റ് എനിക്കായിരിക്കും. അത് എന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫിൽ അടുപ്പിച്ചു എന്നുള്ളതാണ്. സാറിന് നാട്ടിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? നാട്ടിൽ വാസ്തവം പറഞ്ഞ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു. ഇപ്പം എനിക്ക് ജ്യേഷ്ഠൻ, പിന്നെ ഒരു അനിയൻ, ഇപ്പം ഞങ്ങൾ ഒരു പെങ്ങളും ഉണ്ട്. ഞങ്ങൾ 7 മക്കളായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചിരിക്കണപ്പോൾ വൈഫ് 2 മക്കളാണ്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടുകുടുംബമാണ്. സെപ്പറേറ്റ് ആയെങ്കിലും കൂടെ ഞങ്ങളെല്ലാവരും കൂട്ടുകുടുംബമാണ്. ഞങ്ങൾ സാധാരണ ഈ പെരുന്നാളിനോ ഏത് പെരുന്നാളല്ലാത്ത ദിവസം പോലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഈ നാട്ടിൽ പഴയ കാലത്ത് പായ വരിച്ചിട്ട് ഒരുമിച്ചിരുന്നിട്ട് പെരുന്നാളിന് വാഴയുടെ ഇല നിറച്ചിട്ട് എല്ലാവരും കൂടി ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കലും ആ കൂട്ടുകുടുംബം ഇപ്പോഴും ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ സക്സസിൻ്റെ പിന്നിൽ നിങ്ങൾ മനസ്സിലാക്കരുത് ഓൺലി യൂസുഫ് ഭായിയുടെ മൂക്കാണെന്ന് മാത്രം അല്ല, എനിക്ക് ഒരുപാട് നോസുകളുണ്ട്. ഇപ്പൊ എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ട്, ഈ ഒരു ഫീൽഡിലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ സാറിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനോട് എന്താണ് സാറിന് അതിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അവരെല്ലാവരും ചെയ്യുന്നത് സുഗന്ധങ്ങളാണ്. സുഗന്ധങ്ങൾ വാനോളം പരക്കട്ടെ എന്നുള്ള എൻ്റെ അഭിപ്രായം. സാറിനെ കണ്ടപ്പോൾ തന്നെ വളരെ എന്താ പറയുക ഹെൽത്തി ഫിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതിന് സാറിന്റെ എക്സസൈസ് ആ ഒരു റൊട്ടീൻ എന്ന് പറയുമോ? എങ്ങനെയാണ്? ഞാൻ മാസ്റ്റേഴ്സിൻ്റെ ഫുട്ബോൾ, ഇൻ്റർനാഷണൽ ഫുട്ബോൾ കളിക്കാം. സൗത്ത് ആഫ്രിക്ക, മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക എല്ലായിടത്തും കളിക്കാൻ പോകാറുണ്ട്. എല്ലാ വർഷവും മാസ്റ്റേഴ്സിൻ്റെ ഫുട്ബോൾ, ഇവിടുത്തെ എല്ലാ ഫുട്ബോൾ ഇത് കാണുന്ന എല്ലാ കുട്ടികൾക്കും എന്നെ പറ്റി അറിയാം. 100 മീറ്റർ 200 മീറ്റർ മാസ്റ്റേഴ്സിൻ്റെ എബോ 35ൻ്റെ എല്ലാ കുറേ വർഷങ്ങളായിട്ട് അലൈനിലും അബുദാബിയിലും മലയാളി സമാജത്തിൻ്റെയും ബ്ലൂ സ്റ്റാറിൻ്റെ ഇതിനെല്ലാം പോയിട്ട് ഇതെടുക്കും. നമ്മളുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പോയിട്ട് 100 മീറ്ററിൽ ജാവലിൻ ത്രോ. ഇന്ന് ഈ പ്രായത്തിൽ പോൾ വാൾട്ട് ചാടുന്ന ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നോമ്പിന്റെ കാലമാണല്ലോ, അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സാറിന്റെ ഒരു സന്ദേശം എന്താണ് പറയാനുള്ളത്? പെർഫ്യൂമർ എന്ന നിലക്ക് സുഗന്ധങ്ങൾ പരത്തട്ടെ എന്ന് ഞാൻ പറയും. പക്ഷെ സുഗന്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മക്കൾ ചോദിക്കും. സുഗന്ധം ഓൺലി പെർഫ്യൂമോ അത്ര അല്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും നിങ്ങളുടെ പെരുമാറ്റ രീതിയും നിങ്ങൾ ചൊല്ലുന്ന പുഞ്ചിരികളും അത് മടിക്കണ്ട. നിങ്ങളൊരു പുഞ്ചിരി ഒരാൾക്ക് നിങ്ങളിലൂടെ ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം നിങ്ങൾ ആ സുഗന്ധങ്ങൾ പരക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊരു തലോടലാവാം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയാവാം, ഒരു സഹായമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു വഴികാട്ടി കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ റോട്ടിൽ കിടക്കുന്ന ഒരു കല്ല് മാറ്റി വെക്കുന്നതാവാം. ആ സുഗന്ധങ്ങൾ പരക്കട്ടെ എന്നുള്ളതാണ്. അതുതന്നെയാണ് എൻ്റെ മക്കളോട് പറയാനുള്ളത്. നിങ്ങളുടെ പ്രവർത്തികളാണ് ഏറ്റവും നല്ല സുഗന്ധങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട് സാർ, സാറിൻ്റെ ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് സാറ് സ്പെൻഡ് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് സാറിനോട് സംസാരിക്കാൻ പറ്റിയതിലൊക്കെ. തീർച്ചയായിട്ടും ഞാനും സന്തോഷവാനാണ്. കാരണം യൂസുഫിനെ യൂസുഫ് ഭായി ആക്കിയ എല്ലാ മീഡിയക്കാരോടും തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് സന്തോഷമാണ്. ഞങ്ങൾ ഈ യൂസുഫ് ഭായിയുടെ പെരുമാറ്റവും യൂസുഫ് ഭായിയുടെ സുഗന്ധങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ യൂസുഫ് ഭായി എന്ന ആളുടെ പെരുമാറ്റവും അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ സുഗന്ധങ്ങളും നിങ്ങളുടെ ഈ ക്യാമറ കണ്ണിലൂടെ ജനങ്ങളിലൂടെ എത്തട്ടെ. ഞാനും ഒരുപാട് സന്തോഷം. ലവ് യു. അത്ര തന്നെ പറയാനുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.
ദൈവം പല ആൾക്കാർക്ക് പല കഴിവുകളാണ് കൊടുത്തിട്ടുള്ളത്. അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിൽ സക്സസ് എത്തിയ യൂസഫ് സാറിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടതും വിശേഷങ്ങൾ പങ്കുവച്ചതും. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നന്ദി, നമസ്കാരം.